കേരളത്തിന്റെ ചരിത്രം എഴുതുന്ന ഒരാൾ ഏതെങ്കിലും ഒരു കാലത്തെ കേരളത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 9 വർഷത്തെക്കുറിച്ചായിരിക്കും ആ വിശേഷണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തെന്ത് മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായത്. ഇന്നലകളെ പൂർണ്ണമായി മറന്നുപോകുന്ന ചിലർക്ക് ഒരുപക്ഷെ അത് തിരിച്ചറിയാനാവുന്നുണ്ടാവില്ല. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ കഴിഞ്ഞ കാലത്തേക്കൊന്ന് നോക്കിയാൽ ആ മാറ്റം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാവും. ഒട്ടേറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇവിടെ വിശദീകരിച്ചു. നിങ്ങൾ നോക്കൂ, പവർ കട്ടില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. UDF ഒടുവിൽ ഭരിക്കുമ്പോൾ 1 മണിക്കൂർ പവർ കട്ടായിരുന്നു. പിന്നെ അപ്രഖ്യാപിത കട്ട് എന്ന നിലയിൽ ഗണ്യമായ സമയവും വൈദ്യുതി ഇല്ലാത്ത ഒരു അനുഭവം. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കരുതി വെച്ച വീടുകൾ ഇന്നതെല്ലാം ഒരു പഴയ ഓർമ്മ മാത്രമായി മാറി. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ നാട് നമ്മുടെ രാജ്യത്തെ വിസ്മയിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ മേഖലകളിലും ഇപ്പൊ 2 ആഴ്ച മുൻപ് നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടങ്ങൾ തുറന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തി. UDF ഭരിക്കുന്ന സമയത്ത് സ്കൂൾ തുറക്കുന്നത് പോയിട്ട് പരീക്ഷാകാലത്ത് പോലും പാഠപുസ്തകങ്ങളില്ലാതെ പ്രക്ഷുബ്ധമായ വിദ്യാഭ്യാസ രംഗം നമ്മുടെ ഓർമ്മകളിലുണ്ട്. പരീക്ഷക്കാലത്ത് പോലും പുസ്തകങ്ങൾ കൊടുക്കാനാവാതെ ദയനീയാവസ്ഥയിലായ അന്നത്തെ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ മന്ത്രി അതിന് ന്യായമായി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും പരിഹാസ്യനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മന്ത്രിയുടെ പേരോ അദ്ദേഹം പറഞ്ഞ ന്യായമോ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. പക്ഷെ നമ്മുടെ ഓർമ്മകളിൽ അതുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെങ്കിലും നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെല്ലാം ഈ മാറ്റങ്ങളെയാകെ സ്വീകരിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. രാഷ്ട്രീയം വിഭിന്നമാണെന്നതുകൊണ്ട് നാട്ടിലുണ്ടായ മാറ്റങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ അവർക്കാവില്ല. ഇപ്പൊ എടക്കരയിൽ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ എത്രയോ പേരുണ്ട്. അവരോടൊന്നും നമുക്കൊരു വിദ്വേഷവുമില്ല. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവർ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്, എടക്കരയിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായ സുഹൃത്ത് കോൺഗ്രസുകാരനായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ വേണ്ട എന്ന് വയ്ക്കുമോ? ഒരിക്കലുമില്ല. കോൺഗ്രസുകാരനായ ഒരു സ്നേഹിതൻ കോൺഗ്രസ് ആയി എന്നതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തേതുപോലെ പവർ കട്ട് തിരിച്ചു വരണമേ എന്നാഗ്രഹിക്കുമോ? അങ്ങനെ ഒരു സാധ്യതയുമില്ല. UDF ഗവൺമെന്റിന്റെ ഭരണകാലത്തേതുപോലെ പരീക്ഷാക്കാലത്ത് പോലും കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കിട്ടാതെ വലയണം എന്നാഗ്രഹിക്കുമോ? ക്ഷേമ പെൻഷനുകൾ മുടങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുമോ? അതിനൊന്നും സാധ്യതയില്ല. രാഷ്ട്രീയം വ്യത്യസ്തമാകാം, പക്ഷെ നാട്ടിലുണ്ടായ മാറ്റങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യും, സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. നാടാകെ ആഗ്രഹിക്കുന്നുണ്ട് ഈ വലിയ മാറ്റങ്ങൾ കൂടുതൽ ഗതിവേഗത്തോടെ തുടരണം. ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിക്കണം. ലൈഫിൽ ബാക്കിയുള്ളവർക്ക് കൂടി വീട് ലഭിക്കണം. ഇനി ഒരിക്കലും പവർ കട്ടിന്റെ ഇരുട്ടിലേക്ക് കേരളം പോകാൻ പാടില്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലെത്തുന്ന കാലം തുടരണം. ആശുപത്രികൾ മികച്ചതായ മെച്ചപ്പെട്ട റോഡുകളുള്ള ഈ കാലം തുടരണം എന്നത് നാടിന്റെ ആഗ്രഹമാണ്. അങ്ങനെ തുടരണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടാവുന്ന വിജയം. അങ്ങനെ വിജയിച്ചാൽ കേരളത്തിലെ വികസന മുന്നേറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടുതൽ കരുത്തോടെ തുടരാൻ കേരളത്തിലെ LDF ഗവൺമെന്റിന് രാഷ്ട്രീയമായ ഊർജം അത് പകർന്നു നൽകും. അതൊരു പ്രചോദനമാകും. ഒപ്പം നമ്മുടെ നിലമ്പൂരും വികസന സാധ്യതകൾ സഫലമാവും. നിലമ്പൂരിന് അനുയോജ്യമായ പ്രായോഗികവും ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും അതൊക്കെ പ്രവൃത്തിപഥത്തിലെത്തിക്കാനുള്ള സമയമൊന്നും ഇപ്പോഴില്ലെങ്കിലും നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ കുറിക്കാനാവും. നിലമ്പൂരിന് അനുയോജ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിന് അനുമതി നേടുന്നതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ പോലും അതൊരു നേട്ടമായിരിക്കും നിലമ്പൂരിന്. നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാൻ സാധിച്ചാൽ ആ തുടക്കത്തിൽ നിന്നും നാം ഭാവി നിലമ്പൂരിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഭാവിയിൽ സാധിക്കും. 2026 കേരളം വിധി എഴുതുമ്പോൾ തുടർച്ചയായി മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ജനം മനസ്സാവരിക്കുമ്പോൾ ഈ അടിത്തറയിൽ നിന്ന് നമുക്ക് നിലമ്പൂരിനെ വികസിപ്പിക്കാൻ, മുൻപോട്ട് നയിക്കാൻ സാധിക്കുമെന്നതാണ് വസ്തുത. അതുകൊണ്ട്
എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നവരെല്ലാം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ നല്ലൊരു കേരളത്തിനു വേണ്ടി, വികസനോന്മുഖമായ ഒരു നിലമ്പൂരിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ ചുറ്റിക്കരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും അയൽപക്കക്കാരും അങ്ങനെ സൗഹൃദങ്ങളിലെല്ലാം നല്ല നിലമ്പൂർ, നല്ല കേരളം, വികസനോന്മുഖമായ നിലമ്പൂർ, ഒരു നവകേരളം യാഥാർത്ഥ്യമാകാൻ LDF-ന് വോട്ട് ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാൻ നിങ്ങൾ സന്നദ്ധമാവും എന്നുറപ്പാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കെല്ലാം ഒരുമിച്ച് ഇടതുപക്ഷ വിജയത്തിനു വേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കാം എന്നാശിക്കുന്നു. സാധാരണ സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മാത്രമല്ല മത്സരിക്കുന്നത്, നമ്മളെല്ലാം ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ കണക്കാക്കണം. നമുക്ക് ഒരുമിച്ച് മത്സരിക്കാം, നാടിനു വേണ്ടി പൊരുതി ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് തോരാതെ പെയ്യുന്ന മഴയെയും അവഗണിച്ച് ഈ മഴയത്തും കെട്ടുപോകാതെ ഉള്ളിലെരിയുന്ന ആവേശത്തിന്റെ അഗ്നിജ്വാലയുമായി കടന്നു വന്ന എടക്കരയിലെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.